ഹായ് ഫ്രണ്ട്സ്, നമ്മളുള്ളത് ഡാനിച്ചിയിലാണ്. ഫാം കാണിച്ചു തരാം, വാ. ഈ കാണുന്നതാണ് ഡാനിച്ചിയുടെ വൺ ഓഫ് ദ കോയി ഹൗസ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ ബൂട്ടൊക്കെ ഡിസിൻഫെക്റ്റ് ചെയ്തിട്ട് വേണം ഉള്ളിൽ കയറാൻ. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കാണാനുള്ളത് ഒരു 10 പോണ്ടാണ്. ആ 10 പോണ്ടിലിരിക്കുന്ന ഐറ്റംസ് അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടോളൂ. നമ്മളിപ്പോൾ ഉള്ളത് ഡാനിച്ചിയിലാണ്. വേൾഡിലെ തന്നെ നമ്പർ 1 ഫാമാണ്. ഫിഷിൻ്റെ ക്വാളിറ്റി ഒക്കെ നോക്കൂ. ഓ മൈ ഗോഡ്. ഓരോ പോണ്ടിലുള്ള ഫിഷസും ഒന്നിനോടൊന്ന് മെച്ചാണ്. ഏതാണ് ബെസ്റ്റ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ്. ഒക്കെ നല്ല സൂപ്പർ ഹൈ ക്വാളിറ്റി ഫിഷസാണ്. ഈ കാണുന്ന ഫിഷസിൻ്റെ ഒക്കെ മാസീവ്നെസ് വീഡിയോയിലൂടെ എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് അറിയില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. ഈ പോണ്ടിന് മുകളിൽ കാണുന്നത് ഒരു ഫിൽറ്റർ സിസ്റ്റമാണ്. അതിന് പറയുന്ന പേരാണ് ബാക്കി ഷവർ ഫിൽറ്റർ. ഈ വരുന്ന കൊഹാക്കുൻ്റെ പാറ്റേൺ നോക്കൂ. പാറ്റേൺ മാത്രമല്ല, അതിൻ്റെ ബോഡി ഷേപ്പും ഒരു രക്ഷയില്ലല്ലേ. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് കോയി ഫിഷിനെ പറ്റി അറിയാവുന്നവരാണെങ്കിൽ ഈ ഫിഷിൻ്റെ ഒക്കെ വില എത്രത്തോളം വരും എന്നുള്ളത് ചുമ്മാ ഒന്ന് ഗസ് ചെയ്ത് നമ്മളെ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഈ ടാങ്ക് മാത്രം എന്താ വലട്ട് മൂടിയിരിക്കുന്നത് വിചാരിക്കുന്നുണ്ടാവില്ലേ. ഈ കാണുന്ന കോഴ്സൊക്കെ ഈ 2 ദിവസം മുന്നേ ഷോയിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അവിടുന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ട് അവരെ ക്വാറൻറ്റൈൻ ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഫിഷസൊക്കെ? ഇതൊക്കെ വരുന്നത് മോസ്റ്റ് എക്സ്പെൻസീവ് ഫിഷസാണ്. ഇതിൽ ക്വാളിറ്റി കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ട്, പറയാതെ വയ്യ. ഈ ഒരു ഫാമിലുള്ള ഫിഷസൊക്കെ നല്ല ഹൈ ക്വാളിറ്റി സൂപ്പർ ഫിഷസാണ്. അതുകൊണ്ടാണ് അവർ അത്രയ്ക്ക് എക്സ്പെൻസീവാണ്. ഇതിൽ ഓരോന്ന് ഇതിൻ്റെ ഓണേഴ്സൊന്നും ഇവിടെ ഉണ്ടായിരിക്കില്ല. ഇവരൊക്കെ അതിപ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാർ വാങ്ങിയിട്ടിട്ടുള്ള ഫിഷസാണ്. ഇവിടെ വെച്ച് വളർത്തി വലുതാക്കുന്നതാണ്. ഈ വളർത്തി വലുതാക്കുന്ന പരിപാടിയുടെ പേരാണ് അസുക്കാരി. അതൊരു ജപ്പാനീസ് വേർഡാണ്. അതിൻ്റെ മീനിങ് വരുന്നത് ടേക്കിംഗ് കെയർ, കസ്റ്റഡി എന്നൊക്കെയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ കാണുന്ന ഗഡാഗഡിയന്മാരൊക്കെ? ഇതിൽ ഈ യെല്ലോനെ ശ്രദ്ധിച്ചോ? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ? യമബുഗി ഓഗോണാണത്. അതുമാത്രമല്ല, അതിൻ്റെ തൊട്ടടുത്തൊരു ബെനിഗോയും കാണാനുണ്ട്. ബെനിഗോയി എന്ന് പറഞ്ഞാൽ ഫുൾ റെഡാണ്. അങ്ങനെ കോയി ഫിഷിനെ നോക്കി ഇന്ന് സമയം പോയത് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് അടുത്ത കോയി ഹൗസിലേക്ക് പോകാനുണ്ട്. അവിടെ പോയിട്ട് വേണം നമ്മളെ ഫാമിലേക്ക് പറ്റിയ വലിയ ചെറിയ സൈസും കിട്ടാനുണ്ടോ നോക്കാൻ. അപ്പം ഗോസിച്ചോ അരിഗാത്തോ ഗൊസൈമസ്. അപ്പോൾ അതിൻ്റെ മീനിങ് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം.